ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ സ്പേസ് തുറന്നാൽ ഒരൊറ്റ കാര്യമേ കാണുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്താലും യൂട്യൂബ് ഷോർട്സ് നോക്കിയാലും ഫേസ്ബുക്കിൽ പോയാലും ഒരു തമ്പനയിലും ചില തലക്കെട്ടുകളും വല്ലാതെ കൺമുന്നിൽ വരുന്നുണ്ട്. 4.9 മില്യണിലധികം ഫോളോവേഴ്സുള്ള മർച്ചൻ്റ് നേവിയിലെ ലക്ഷങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് വന്ന് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന അഖിൽ NRD എന്ന ജനപ്രിയ യൂട്യൂബറും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഘയും അവർക്കെതിരെ വരുന്ന ചില വാർത്തകൾ. ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി എന്ന രീതിയിലുള്ള വലിയ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി പല ചാനലുകളിലും നിറയുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ സത്യം വിളിച്ചു പറയാനോ അതോ ഇത് പൂർണ്ണമായും കള്ളമാണെന്ന് വാദിക്കാനോ അല്ല. കാരണം ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മളാരും പോലീസോ കോടതിയോ ഒന്നുമല്ല. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആവേശവും സോഷ്യൽ മീഡിയ അതിനോട് പ്രതികരിക്കുന്ന രീതിയുമാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ NRD. സാധാരണ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ച് തനിക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ച് വിജയം വരിച്ചയാൾ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയും തിയേറ്ററുകളിൽ എത്തി. ഇത്രയും വലിയൊരു കരിയർ ഗ്രാഫ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പങ്കാളി മേഘയും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പല വീഡിയോകളിലും അവർ ഒരുമിച്ചുള്ള സന്തോഷ നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പെട്ടെന്നൊരു രാത്രി 10 മണിക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് തമ്പനയിലുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഒന്നാണ്: എന്താണ് ഇതിൻ്റെ ആധികാരികത? ഇവിടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ തനി നിറം പുറത്തു വരുന്നത്. ഒരു വാർത്ത കേൾക്കേണ്ട താമസം അതിൻ്റെ സത്യവും മിഥ്യയും അന്വേഷിക്കാതെ വ്യൂസിന് വേണ്ടി മാത്രം കഥകൾ മെനയുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. വരികൾക്കിടയിലൂടെ അവർ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം: മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകൾ സ്വന്തം ചാനലിൻ്റെ വളർച്ചയ്ക്കുള്ള വളമാക്കാൻ നോക്കുന്ന മാനസികാവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന്. സത്യം എന്താണെന്ന് ആ വ്യക്തികൾ ഔദ്യോഗികമായി പറയുന്നതുവരെ നമ്മൾ കേൾക്കുന്നതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല, കള്ളമാണെന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്തിനാണ് ഒരാളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതമാണ്. അതിൽ സന്തോഷങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. നമ്മളൊരു യൂട്യൂബറെയോ ഇൻഫ്ലുവൻസറെയോ ഫോളോ ചെയ്യുന്നത് അവരുടെ ഉള്ളടക്കം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവരുടെ ബെഡ്റൂമിലെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇത് വെറുമൊരു ഗോസിപ്പ് മാത്രമായിരിക്കട്ടെ. ആരുടെയും കുടുംബത്തിൽ അല്ലെങ്കിൽ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടാകാതിരിക്കട്ടെ. കാരണം തകർച്ചകൾ ആഘോഷമാക്കുന്നവർക്ക് അതൊരു 5 മിനിറ്റ് വിനോദം മാത്രമായിരിക്കും. എന്നാൽ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അത് ജീവിതമാണ്. അഖിൽ NRD ആയാലും മേഘ ആയാലും അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കട്ടെ. ഒരു വലിയ കരിയർ കെട്ടിപ്പടുത്ത ഒരു വ്യക്തി ഇത്തരമൊരു സോഷ്യൽ മീഡിയ ട്രയലിങ്ങിന് ഇരയാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. നമ്മൾ കാണുന്ന പല വാർത്തകളും റേറ്റിങ്ങിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നതുവരെ ഇല്ലാത്ത കഥകൾ പടച്ചുവിട്ട് ആ 2 വ്യക്തികളെയും മാനസികമായി തകർക്കാൻ നമ്മൾ കൂട്ടുനിൽക്കരുത്. സൈബർ ആക്രമണം എന്നത് ഇന്ന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു ഫോണും കുറച്ചു ഡാറ്റയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും അധിക്ഷേപിക്കാം. പക്ഷേ അതിൻ്റെ ആഘാതം അനുഭവിക്കുന്നവർക്കേ അറിയൂ. നമുക്കിടയിലെ ചില യൂട്യൂബ് ജഡ്ജിമാരോട് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾ ഒരാളെ തകർക്കാൻ വേണ്ടി തമ്പനയിൽ ഇടുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന്, അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ കഠിനാധ്വാനത്തെ വിലമതിക്കാൻ പഠിച്ചവരാണ് നമ്മൾ മലയാളികൾ. അഖിൽ എന്ന വ്യക്തി കോമഡിയിലൂടെയും തൻ്റെ ക്രിയേറ്റിവിറ്റിയിലൂടെയും ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ സോഷ്യൽ മീഡിയയുടെ ചതുര വടിവിൽ ഇട്ട് കല്ലെറിയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ഈ വാർത്തകൾ എല്ലാം കള്ളമാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ടുള്ള ജീവിതം കൂടുതൽ മനോഹരമായി തുടരാൻ കഴിയട്ടെ. കാരണം നെഗറ്റിവിറ്റി വിളമ്പാൻ ഇവിടെ ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഒരു പോസിറ്റീവ് ചിന്ത പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാകണം.
സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാറ്റിനും പിന്നാലെ കണ്ണും പൂട്ടി ഓടരുത്. ഒരു വ്യക്തിയെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അഖിലിനും മേഘയ്ക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നിറയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പ്രചരിക്കുന്ന വാർത്തകൾ വെറും കാറ്റിൽ പറക്കുന്ന ഗോസിപ്പുകൾ മാത്രമായി അവസാനിക്കട്ടെ. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ സന്തോഷം കണ്ടെത്താതെ നല്ല വാർത്തകൾക്കും നല്ല ചിന്തകൾക്കും ഒപ്പം നിൽക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.